ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുഖം സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ കാണും. കാരണം വളരെ വിശദമായിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചാർട്ടെല്ലാം റീസെറ്റ് ചെയ്യണം. പുതിയ വർഷമാണ്, പുതിയ തുടക്കമാണ്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ വർഷങ്ങളിൽ വരുത്തിയ ഈ പിള്ളേര് കളി അവസാനിപ്പിക്കുക. ഓക്കെ, അവസാനിപ്പിച്ചതിന് ശേഷം വളരെ സീരിയസ് ആയിട്ട് മാത്രം മാർക്കറ്റിനെ നിങ്ങൾ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ട്രേഡുകളുടെ എണ്ണം കുറയ്ക്കുക. ഒരു നിശ്ചിത ട്രേഡ് മാത്രം നിങ്ങൾ ചെയ്യാൻ നോക്കുക. 1-2 ട്രേഡിൽ അവസാനിപ്പിക്കാൻ നോക്കുക. ഓക്കെ, അത് കൂടുതൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഒരു നിശ്ചിത ലാഭം കിട്ടിക്കഴിഞ്ഞാൽ മാറി നിൽക്കാനൊക്കെ ശ്രമിക്കുക. ഇത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നേരിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോയ്ക്ക് കുറച്ച് നീളം കൂടും. പല കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഗ്ലോബലുള്ള ന്യൂസുകളുണ്ട്. അപ്പം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അല്ല, നിങ്ങൾ ലെവലുകൾക്ക് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പഴയ പണി തന്നെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനെത്ര പറഞ്ഞാലും കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ മല്ലു സ്വഭാവം അനുസരിച്ച് എത്ര പറഞ്ഞാലും എൻ്റെ അമ്മ എന്നെ തല്ലണ്ട, ഞാൻ നന്നാകത്തില്ല എന്നുള്ളൊരു പോളിസിയാണ്. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ യുക്തം പോലെ ചെയ്യുക. എന്തായാലും ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു. അത് സ്വീകരിക്കുക വേണ്ടെന്നുള്ള, തിരസ്കരിക്കുക വേണമെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായമാണ്, നിങ്ങളുടെ ചിന്തയാണ്. ഓക്കെ, അപ്പം നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ടിന് വരുന്നതിന് മുന്നേ 1-2 ന്യൂസുകൾ പറയാനുണ്ട്. ഓക്കെ, ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, വെനസ്വേലയുമായിട്ട് ഇപ്പം വന്ന ന്യൂസാണ്. വെനസ്വേലയിൽ US ആക്രമണം നടത്തി എന്നൊരു ന്യൂസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പല വാർത്തകൾ യൂട്യൂബിൽ വരുന്നുണ്ട്. എങ്കിലും ഇതിനായിട്ട് US ഒഫീഷ്യൽസ് അതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല. ഞങ്ങൾ അടിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും അടിച്ചു എന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെനസ്വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ സമ്പത്തുള്ളൊരു രാജ്യമാണ് വെനസ്വേല. ഓക്കെ, ആ വെനസ്വേലയിൽ നിന്ന് പല രാജ്യങ്ങളും ഓയിൽ വാങ്ങിക്കുന്നുണ്ട്. ഇന്ത്യ വാങ്ങിക്കുന്നുണ്ട്, ചൈന വാങ്ങിക്കുന്നുണ്ട്, ഈവൻ അമേരിക്ക പോലും വാങ്ങിക്കുന്നുണ്ട്, പലരും വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ആക്രമിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ മയക്കുമരുന്നിൻ്റെ എക്സ്പോർട്ട് വളരെ കൂടി എന്നാരോപിച്ചാണ് ഇപ്പം ആക്രമിച്ചേക്കുന്നത്. കാരണം അവിടുന്നാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്, കയറ്റി അയക്കപ്പെടുന്നത് എന്നുള്ള ഒരു ശ്രുതി അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ടാണ് പല പ്രാവശ്യം അമേരിക്ക വാൺ ചെയ്തു, എന്നിട്ടും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് കപ്പലുകളൊക്കെ പിടിച്ചെടുക്കുന്നതൊക്കെ പറഞ്ഞ വാർത്തകൾ കേട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ആക്രമിച്ചത്. അപ്പോൾ ഇതിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്രമിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെനസ്വേലയ്ക്ക് സപ്പോർട്ടുമായിട്ട് മറ്റേതെങ്കിലും രാജ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും മറ്റൊരു എസ്കലേഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ചൈന അവരുടെ നിന്ന് ഓയിൽ ധാരാളം വാങ്ങിക്കുന്നുണ്ട്. അപ്പം ചൈനയോ അല്ലെങ്കിൽ റഷ്യയോ ഒക്കെ വെനസ്വേലയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയോ ഇതിനെ അപലപിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുകയോ ചെയ്യും എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചൈനയുടെ ഭാഗത്തു നിന്നോ റഷ്യയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വീണ്ടും മറ്റൊരു തലത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോകം കാതോർത്തിരിക്കുകയാണ് എന്താണ് ചൈനയുടെ ഭാഗത്തു നിന്നും റഷ്യയുടെ ഭാഗത്തു നിന്നും വരുന്ന റെസ്പോൺസ്. അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റുകൾ മുന്നോട്ട് ചലിക്കുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും നിങ്ങൾ ആ ന്യൂസ് ശ്രദ്ധിക്കുക. എന്താണ് അടുത്ത ദിവസങ്ങൾ, ഇപ്പോൾ ഇനി 2 ദിവസമുണ്ട്, നാളെ കൂടെ ഉണ്ട്. നാളേക്കകം ട്രംപിൻ്റെ റെസ്പോൺസ് എന്താണെന്നും മറ്റ് ലോകരാജ്യങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നും ഉള്ളത് ഒരു പ്രധാനപ്പെട്ട ന്യൂസാണ്. അപ്പോൾ നിങ്ങൾ ആ ന്യൂസുകൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് ചാർട്ടിലോട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ ചോദിച്ചുകൊണ്ട് ധാരാളം ആൾക്കാർ യൂട്യൂബിന് താഴെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പം ആ വാട്സപ്പ് നമ്പറും ഞാൻ ഇതിനകത്തിൽ ഞാനിപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടവർ മാത്രം, വെറുതെ, അത് ഫ്രീ അല്ല, ചെറിയ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ കോളോ പുട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പരിപാടിയും ഇല്ല. നമുക്ക് ഓൺലി ചാർട്ട് ബേസ്ഡ് അനാലിസിസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാർട്ടും മറ്റു കാര്യങ്ങളും ലൈവായിട്ട് നമ്മളിവിടെ ഷെയർ ചെയ്യും. അല്ലാതെ അവിടെ ഒരു ട്രേഡ് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ കോൾ കൊടുക്കുന്ന പരിപാടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് അവിടെ ഇനി കുറച്ച് മെമ്പേഴ്സിനുള്ള ഓൾമോസ്റ്റ് ഓൾറെഡി ഫുള്ളാണത്. കുറച്ച് പേർക്കൂടെ ഉള്ള ഒരു അവസരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരും നിർബന്ധിക്കുന്നില്ല. ആവശ്യമുള്ളവർ മാത്രം
കയറിയാൽ മതി. ആരും കോളും പുട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് അതിൽ കയറാൻ താല്പര്യപ്പെടേണ്ട. അത് ഫ്രീ അല്ല താനും. കാരണം പണ്ട് ഫ്രീ നടത്തി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഫ്രീ അല്ല, ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട് അതിന്. അത് താല്പര്യമുള്ളവർ മാത്രം നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് മാത്രം അയയ്ക്കുക, മെസ്സേജ് മാത്രം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഇതിനെപ്പറ്റി ഇനി പ്രൈസ് ആക്ഷൻ കാര്യമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറി, മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു 26,200 കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു റാലി കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. 26,200 മുകളിൽ 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ കൃത്യമായിട്ട് നമുക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു സാധ്യത ഉണ്ടായിരുന്നു. നിങ്ങൾ ആ സാധ്യത എത്ര ഉപയോഗിച്ചെന്ന് എനിക്കറിയത്തില്ല. കിട്ടിയവർക്ക് കിട്ടി, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ അതിനെപ്പറ്റി ഡയലോഗ് ഒന്നും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ ഈ പ്രൈസ് ആക്ഷൻ പ്രകാരം ട്രേഡ് എടുത്തവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ കാര്യമില്ല. അപ്പോൾ നമ്മൾ ചാർട്ടിനകത്തോട്ടാണ് വരുന്നത്. ചാർട്ടിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാർട്ടുകളെല്ലാം കളയാൻ പോവാണ്. ഓക്കെ. ഈ ചാർട്ടുകൾ നമുക്കിനിയും ആവശ്യമില്ല. എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. ഓക്കെ. ഇനിയിപ്പോൾ ഇതിനകത്തിൽ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നതാണ്. നമുക്ക് ആദ്യം ഡേ ക്യാൻഡിലോട്ട് വരാം. ഡേ ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 340 ക്ലോസ് ചെയ്തേക്കുന്നത്. നിഫ്റ്റി 322 ക്ലോസ് ചെയ്തേക്കുന്നെങ്കിലും ഓൾ ടൈം ഹൈ പോയത് 340 ഓൾ ടൈം ഹൈ പോയെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു 340 ആദ്യം അങ്ങ് വരച്ചിട്ടേക്കാം. ഓക്കെ. 340 26 340. ഓക്കെ. ഇതായിരിക്കും നമ്മളുടെ ഓൾ ടൈം ഹൈ, നിലവിലുള്ള ഓൾ ടൈം ഹൈ. ഓക്കെ. 1-2 കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള 2-3 ലെവലുകളുണ്ട്. ആ ലെവലുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ ലെവലുകളൊന്നും നിങ്ങൾ മറക്കണ്ട. നമുക്ക് ഉള്ളത് 26,340 എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പുതിയ ATH, ന്യൂ ATH ഇല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഒന്നുകൂടെ കൂലങ്കഷമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലൈൻ നമുക്കിവിടെ വരയ്ക്കാം. ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഈ ട്രെൻഡ് ലൈൻ ഇവിടെ, ഇതൊക്കെ നേരത്തെ വരച്ചിട്ടുള്ളതാണ് എങ്കിൽ നമ്മൾ വീണ്ടും മാറ്റി വരയ്ക്കുക. ഓക്കെ. നമ്മൾ വരച്ചാൽ നമുക്കിത് ഇങ്ങനെയാണ് ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഇതാണ് ട്രെൻഡ് ലൈൻ. ഓക്കെ. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ നമുക്ക് ഇതാണ് ഇപ്പോൾ നിലവിൽ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് നോക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ലൈൻ ഇതാണ്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം കണ്ടിട്ടുള്ളൂ. ഈ പഠിക്കുന്നിട്ടവർക്ക് കൂടെ നിങ്ങൾ ശാന്തമായിട്ട് കാണുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ വരയുടെ ക്ലാസ്സൊക്കെ വെക്കുമ്പോൾ വരാൻ പറ്റാത്തവർക്കൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കാൻ പറ്റും. ഇത് കണ്ടു കഴിഞ്ഞാൽ വേണ്ടവർ പഠിക്കുക. അപ്പോൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ ഇല്ലേ. നമുക്ക് വേണമെങ്കിൽ ഈ ലൈനിന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് പുറകോട്ട് പ്രീവിയസ് ചാർട്ടിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഒന്ന് വരച്ച് നോക്കാം ഇത് എന്താണ് സംഭവിക്കുന്നത്. ഈ ലൈൻ നമ്മൾ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. അതാ നോക്കിക്കേ, എന്ത് ക്ലിയർ ആയിട്ടാണ് ഇല്ലേ. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് പ്രീവിയസ്ലി ഈ ട്രെൻഡ് ലൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു വാലിഡ് ലൈൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ടോടൊന്ന് കോപ്പി ചെയ്ത് നോക്കാം. എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാമല്ലോ. നമ്മളതൊന്ന് കോപ്പി ചെയ്ത് നമ്മളത് വെച്ച് നോക്കുന്നു. ഇതാ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു സെറ്റപ്പ് കിട്ടി ഇല്ലേ. നോക്കിക്കേ, ക്ലിയർ അല്ലേ. ഓക്കെ. ഇവിടെ ഒന്ന് സപ്പോർട്ടോടെ തിരിച്ചു പോയി, ഇവിടെ റെസൻസ് എടുത്തു, വീണ്ടും താഴെ വന്നു, വീണ്ടും ഇവിടെ വന്നു, താഴെ പൊട്ടിയിട്ട് ഇവിടെ വന്ന് റെസൻസ് എടുത്തു, പിന്നെ അത് ബ്രേക്ക് ചെയ്തു, ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു. അപ്പോൾ നല്ല രീതിയിൽ ഈ ട്രെൻഡ് ലൈനകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഇത്രയാണ് തൽക്കാലം ഡേ വൈസിൽ നമുക്ക് ഇതിനകത്തിൽ മാർക്ക് ചെയ്യാനുള്ളത്. ഓക്കെ. ഇതിനകത്ത് നമുക്കിനി എന്താ ചെയ്യേണ്ടത്, ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഡേ വൈസിൽ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ എന്ന് പറയുമ്പം ഏകദേശം 26,500 റേഞ്ച്, ഇപ്പോൾ 26,300 നിൽക്കുന്നത്, 26,500 റേഞ്ചിലൊക്കെ എത്താനുള്ള സാധ്യത, 450-500 റേഞ്ചിലോട്ടൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. ഇതിന് മുകളിൽ ഈ പറയുന്ന നമ്മളുടെ 26,340 എന്ന് പറയുന്ന ATHൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന, ഡേ വൈസിൽ പരിഗണിക്കാൻ പറ്റുന്നത് 26,450-500 ആ റേഞ്ചാണ്. ഓക്കെ. ഇനിയും ഡിസിസീവായിട്ട് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഡേ ക്യാൻഡിൽ ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ ഫർദറായിട്ട് നമുക്ക്
ഒരു അപ്സൈഡ് നിഫ്റ്റിക്കകത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത കാര്യം നമുക്ക് ഡേ വൈസിൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കേണ്ട ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ ഒരു ലൈനാണ്. ഓക്കെ, ഇത് എത്രയാണ്? ഏകദേശം 25,600 സംതിങ് ആണ്. നമുക്ക് വരച്ച് നോക്കാം എത്രയാണ് വരുന്നുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ലൈനാണ് നമുക്ക് ഈ വരയ്ക്കാനുള്ളത്. ഈ ഏരിയ ഇതൊരു റേഞ്ചാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ 26,687 ആ റേഞ്ചിൽ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രീവിയസ്ലി ഈ ഏരിയയിലൊക്കെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 25,687 ഇത് നമ്മൾ വീക്കിലി ബേസിൽ ഡേ വൈസിലാണ് ഞാൻ പറയുന്നത്. ഒരു എക്സ്ട്രീം ബോട്ടം ലെവലാണ് നമ്മൾ ഈ പറയുന്നത് 25,687 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്രയും ലൈൻ ഇവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് ഇൻട്രാഡേയിൽ വരയ്ക്കാം. അപ്പോൾ ഈ പറയുന്ന ട്രെൻഡ് ലൈനും ഈ 2 ലൈനും മാത്രം മതി നമുക്ക് ഡേ വൈസിൽ. ഓക്കെ, ഒരു മേജർ സപ്പോർട്ട് 25,687, മുകളിൽ നമുക്ക് 26,340 എന്ന് പറഞ്ഞൊരു ഓൾ ടൈം ഹൈ ഉണ്ട്. ഇതിനിടയ്ക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ റേഞ്ച് വരെ ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സപ്പോർട്ട്. കാരണം ഇതൊരു മേജർ സപ്പോർട്ടാണ്. ഈ ഏരിയയിൽ വന്ന് റെസൻസ് എടുത്ത് ഫേസ് ചെയ്ത് തിരിച്ചു പോയിട്ടുണ്ട്. വീണ്ടും മുകളിൽ പോയിട്ട് ഇവിടെ വീണ്ടും റെസൻസ്, പിന്നെ ഇവിടെ ബ്രേക്ക് ചെയ്തു, വീണ്ടും ഇവിടെ സപ്പോർട്ട് എടുത്തു. പല പ്രാവശ്യം ഈ ഏരിയയിലൊക്കെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റേഞ്ച് നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് പരിഗണിക്കാം. ഓക്കെ, നിങ്ങൾ ശാന്തമായിട്ട് കേൾക്കണേ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? നമുക്ക് ഇത്രയും മതി. നമുക്കിനി ഇൻട്രാഡേയിലോട്ട് പോവാം. ഇൻട്രാഡേയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് ക്യാൻഡലിലോട്ട് പോവാം. അപ്പോൾ ഇൻട്രാഡേയിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് കാണാപ്പാടം പഠിച്ച ലെവലുണ്ട്. ആ ലെവലിന് യാതൊരു മാറ്റവും ഇല്ല. ആ ലെവൽ നമുക്ക് വേണം. ഒന്നാമത്തെ ലെവലാണ് നമ്മുടെ 26,011. ആ ലെവലിന് ഒരു മാറ്റവും ഇല്ല. അത് ഞാൻ ഓൾറെഡി വരയ്ക്കുകയാണ്, 26,011. കാരണം നമ്മുടെ തലവരയാണത്, അല്ലേ? 26,011. ഓക്കെ, ആ ലൈൻ നമ്മൾ വരച്ചു, അല്ലേ? 26,011 നമ്മൾ വരച്ചു. മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് 26,340. പിന്നെ നമുക്കുള്ളത് 26,061. നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മതി. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 26,061 26,100 ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ മനസ്സിലിടുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ വരയ്ക്കുമ്പം നമുക്ക് ഒരു ലൈൻ വരയ്ക്കാനുള്ളത്, ഒരു സെക്കൻഡ്, ഈ പുതിയ വരകൾ ധാരാളം വന്നിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് ഇവിടെ വരയ്ക്കാനുള്ളത് 26,100 റേഞ്ചാണ്. 26,100, 26,113 എന്ന് പറയുന്ന ഒരു ലൈനും കൂടെ നമുക്ക് അവിടെ ഉണ്ട്. 26,113 നോക്കിക്കേ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാനവിടെ വരച്ചത്? ഇച്ചിരി കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 26,117 ആ റേഞ്ചിലൊക്കെ വരും. ഓക്കെ, ആ റേഞ്ചിൽ വരും. കാര്യം എന്താണ്? പല പ്രാവശ്യം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. വീണ്ടും ഇവിടെ വന്ന് പല പ്രാവശ്യം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇൻട്രാഡേ വൈസിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമുക്കത് 26,117, 117 റൗണ്ട് ഫിഗർ ആക്കാം, 118 ആക്കാം. 118. ഓക്കെ, അടുത്ത് നമുക്കിനി അടുത്തൊരു ഇൻട്രാഡേ സപ്പോർട്ട് വരയ്ക്കാനുള്ളത് ഇവിടെയാണ്. എവിടെയാണ്? ഈ ഒരു ലൈൻ. ഓക്കെ, ഇത് നമുക്ക് വരയ്ക്കാനുള്ളത് എത്രയാണ്? 26,237. ഇതൊരു സപ്പോർട്ട്. അപ്പോൾ ഇത്രയും മതി തൽക്കാലം. 26,237, 340 നിൽക്കുന്നത്. നമുക്ക് താഴെ ഇനി ഒരു ലൈൻ വരയ്ക്കണം. ഇവിടെ ഇനി വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 26, നമ്മുടെ 26,313 എന്ന് പറയുന്നൊരു ലൈനുണ്ട്. 340, 313. ഇതൊരു ടെമ്പററി ലൈനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു താൽക്കാലിക ലൈനാണ് ഞാൻ ഈ വരയ്ക്കാൻ പോകുന്നത്. ഒരു താൽക്കാലിക ലൈനാണ് ഈ ഒരു റെസിസ്റ്റൻസ്. ഇത് ഞാൻ ഈ ഡോട്ടഡ് ലൈൻ ഇടുന്നതെല്ലാം ടെമ്പററി ലൈനാണ്. നിങ്ങളത് ആലോചിക്കണം കേട്ടോ. ചുമ്മാ ജസ്റ്റ് നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടി മാത്രം ഞാൻ വരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. അടുത്തത് 26,270. 26,270 ഞാനൊരു റെഫറൻസ് ലൈൻ. ഇത് താൽക്കാലിക ലൈനുകൾ കേട്ടോ. 26,270, 26,313. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ആഴ്ചത്തേക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് വരയ്ക്കാനുള്ളത്. അപ്പോൾ തന്നെ സാറ് ബ്രേക്ക് ചെയ്ത മുകളിലോട്ട് പോയ വായുവിൽ എങ്ങനെ വരയ്ക്കും എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവരും കാത്തിരിക്കുന്നത് മുകളിലോട്ട് വരയ്ക്കാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം മുകളിലോട്ട് നമ്മൾ എങ്ങനെ വരയ്ക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുകളിൽ ട്രെൻഡ് ലൈൻ ഉണ്ട് നമുക്ക്. എങ്കിലും
ഒരു വര നമുക്ക് വരയ്ക്കാം. ഇപ്പം മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റ്ലി സപ്പോർട്ട് എടുത്ത ഒരു ഏരിയയാണ് ഈ പറയുന്ന 26,118 എന്ന് പറയുന്ന റേഞ്ച് ഇല്ലേ. അപ്പോൾ ഈ 26,118 എന്ന് പറയുന്ന റേഞ്ച് മുതൽ 340 വരെ നമുക്ക് ഒരു റാലി മാർക്കറ്റ് നൽകി ഇല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെഗ് ഓഫ് റാലി എന്ന് പറയുന്നത് ഇത്രയും പോയിന്റ് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് സഞ്ചരിക്കണം എന്നുള്ളതാണ് ഒരു നിയമവശം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നാളെ നോക്കാം എത്ര വരും. ഇവിടുന്ന് അളക്കുവാണെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു 220 പോയിന്റൂടെ മാർക്കറ്റ് ഇവിടുന്ന് റാലി ചെയ്യാനുള്ള സാധ്യത ഉണ്ട് മുകളിലോട്ട് പോയാൽ. അതൊന്ന് അളന്നിട്ടേക്കാം, തൽക്കാലം അതുകൂടെ ഒന്ന് അളന്നിട്ടേക്കാം. ഓക്കെ, 561.15 560 ആക്കിയേക്കാം അല്ലേ, 561. അപ്പോൾ നെക്സ്റ്റ് ലെഗ് ഓഫ് റാലി എന്ന് പറയുന്നത് 561 ഏകദേശം 330 20 330 ഒരു 300 പോയിന്റ് 300 200 250 പോയിന്റിന്റെ ഒരു ഏരിയ ഉണ്ട്, 220 പോയിന്റിന്റെ ഏരിയ ഉണ്ട് ഈ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇവിടം വരെ. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. പിന്നെ അടുത്ത വകുപ്പ് നമുക്ക് വരയ്ക്കാം. എന്തായാലും ഇത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് ഇവിടെ മുകളിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ വര വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അപ്പം ലൈൻ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിഫ്റ്റിയെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. പിന്നെ നിഫ്റ്റിയുടെ നമുക്ക് മാർക്കറ്റ് ഈ പറയുന്ന വെനസ്വേല പ്രശ്നം നമുക്ക് വലിയ തട്ടുകട ഉണ്ടാക്കിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ റാലിയൊക്കെ മുകളോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ദയവ് ചെയ്ത് നിങ്ങൾ പിന്നെ അതൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എടുക്കല്ലേ. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളിൽ നിന്നും അല്ല എൻ്റെ ഒരു ചിന്തയിൽ നിന്നുമാണ് ഞാൻ ഈ പറയുന്നത്. ബഡ്ജറ്റ് റാലിക്ക് മുന്നേ ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഒന്നുകൂടെ താഴോട്ടൊന്ന് ഇറങ്ങി വന്നതിന് ശേഷം മുകളിലോട്ട് പോകുന്നതായിരിക്കും അഭികാമ്യം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ചിന്ത. അങ്ങനെ സംഭവിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നിങ്ങളിൽ പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുമ്പം പറയാറുണ്ട്, സാറ് അങ്ങനെ പറഞ്ഞില്ലേ, സാറിനെ ഞങ്ങൾ വിശ്വസിച്ചു, സാറ് പറയുന്ന അതുപോലെ തന്നെ സംഭവിക്കും. ഒരിക്കലും എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഒരു മനുഷ്യനെ നിങ്ങൾ അന്ധമായി വിശ്വസിക്കരുത്. എന്നെ എന്നല്ല, ഞാനല്ല, ആരാണെങ്കിലും എക്സ് ഓർ വൈ ആരാണെങ്കിലും ഒരാളെയും നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കരുത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ കൺവിക്ഷൻസ് ഇതൊക്കെ നിങ്ങളുടെ ചാർട്ടിനകത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളുടെ ട്രേഡ് എടുക്കാവൂ. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഒരാളെ, എന്നെ ആണെങ്കിലും നിങ്ങൾ അന്ധമായി വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരാൾ യൂട്യൂബിൽ കമൻറ്റ് എഴുതി ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് ഇല്ലേ, സാർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്ത് എനിക്ക് 1 ലക്ഷം രൂപ നഷ്ടം വന്നു. ഒരു കാരണവശാലും നിങ്ങൾ ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പിലോട്ട് വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി എവിടെയാണെന്ന് നിങ്ങൾ കണ്ടെത്തി ആ സെറ്റപ്പിലോട്ട് മാർക്കറ്റ് വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യാവൂ. ഓക്കെ, ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആവർത്തന വിരസത ഉണ്ടാകുന്നു. അപ്പം മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് നാളെ മാർക്കറ്റ് ഇപ്പോൾ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുന്നുണ്ടെന്ന് നോക്കുക. അങ്ങനെ തിരിച്ച് കയറിയാൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടം വരെ മാർക്കറ്റ് എത്തും. ഓക്കെ, അതിനുശേഷം നമുക്ക് വീണ്ടും അടുത്ത വര നമുക്ക് വരയ്ക്കാം. ഇത് വായുവിലാണ് വരച്ചേക്കുന്നത്. ഇത് എൻ്റെ മാത്രം കൺവിക്ഷനാണ്. ഓക്കെ, ഇത് നോക്കുക, റെസ്പെക്ട് ചെയ്തോണം. എപ്പോഴും വരയ്ക്കുന്ന വര റെസ്പെക്ട് ചെയ്തെന്ന് പറഞ്ഞ് എപ്പോഴും റെസ്പെക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. കാരണം തെറ്റിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണ്, നമുക്കൊരു പ്രീവിയസ് സപ്പോർട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെങ്കിൽ നമ്മുടെ പഠനത്തിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വരകളൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സെറ്റപ്പിലോട്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിലോ നമുക്ക് നാളെ ഇതിപ്പം നാളെ ഈ റേഞ്ചിൽ ഇതിനകത്തിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇതോ ഈ ഡോട്ടഡ് ലൈനോ അല്ലെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുന്നതെന്ന് നോക്കുക. ഈ സപ്പോർട്ട് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് തിരിച്ചിവിടെ വരും. ഇത് പൊട്ടി ഒരു 10-15 മിനിറ്റ് നേരം ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ എന്ത് ചെയ്യും, നേരെ ഇവിടെ വരും. യാതൊരു സംശയമില്ല, ഇവിടെ വരും. ഓക്കെ, പിന്നെ നമ്മുടെ ലെവലുകളുണ്ട്. 26.011 നമ്മുടെ താഴെ ഇവിടെ കിടപ്പുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ലെഗ് ഓഫ് വര നമുക്ക് അടുത്ത ലൈവായിട്ട് നമ്മൾ വരയ്ക്കാം. ഞാൻ ലൈവിൽ കാണും. ഓക്കെ, അപ്പോൾ മുകളിലോട്ട് പോയാൽ ഞാനിപ്പോൾ ഈ കഥകൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നാളെ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നനുസരിച്ചിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. പ്ലസ് ഗ്ലോബൽ ന്യൂസ്, നിങ്ങൾ ഗ്ലോബൽ ന്യൂസ് ശരിക്കും നോക്കുക. റഷ്യ ചൈനയുടെ പ്രതികരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് പിന്നെ നിഫ്റ്റിയെ പറ്റി പറയാനുള്ള കാര്യം. വരകൾ നമ്മൾ വരച്ചിട്ടു, വലിയ വരകളൊന്നും വരച്ചില്ല. ബാക്കി നമുക്ക് ഭാവിയിൽ നമുക്ക് വേണ്ട വരകളൊക്കെ വീണ്ടും നമുക്ക് വരയ്ക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് ബാങ്ക് നിഫ്റ്റി എടുക്കാം. ബാങ്ക് നിഫ്റ്റി പറയുന്ന പോലെ തന്നെ നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു 60,000 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. എത്ര പേര് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിവേ, എന്തായാലും ഇതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. മൊത്തം ലൈനും നമ്മൾ റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, നമുക്കിനിയും ആദ്യം ഡേ വൈസിലോട്ട് വരാം. ഇപ്പം നിഫ്റ്റിക്കാർ ഇപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയി കാണുമായിരിക്കും. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ പറയുന്ന കാര്യങ്ങൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കകത്തും നിങ്ങൾക്കത് ഉപകാരപ്പെടും. ചാർട്ടിനകത്ത് നമ്മൾ കാണിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് എല്ലാ ഇൻഡെക്സിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് അലംഭാവം കാണിക്കാതെ പഠിക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്കൊരു വര ഇവിടെ കിട്ടും. ഒരു വര ഇവിടെ ഉണ്ട്. നമുക്കൊരു വരയൊന്ന് വരച്ച് നോക്കാം. ഒരു ട്രെൻഡ് ലൈൻ ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ ഉണ്ട് ട്രെൻഡ് ലൈൻ അല്ലേ? വരയ്ക്കുകയാണ്. കൃത്യം, വെരി കൃത്യം. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടെ യാത്ര ചെയ്യാനുണ്ട് അല്ലേ? കുറച്ചുകൂടെ യാത്ര ചെയ്യാനുണ്ട്. വെരി ക്ലിയറാണ് അല്ലേ? നമുക്ക് ഇനിയിപ്പോൾ ഇവനെ നമുക്കൊന്ന് കോപ്പി ചെയ്ത് നോക്കാം സംഭവിക്കുന്നതെന്ന്. കോപ്പി ചെയ്ത് നോക്കി വരച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതാണ് കണ്ടോ? ഇതാണ് നമുക്ക് താഴോട്ടുള്ളൊരു വര. ഇത് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് ഈ ഏരിയ വരണം. ഈ ഏരിയയിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യണം. ഡേ വൈസിൽ ബ്രേക്ക് ചെയ്യണം. ഇതിൻ്റെ മുകളിൽ ഡേ വൈസിൽ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ റാലി നമുക്ക് മുകളിലോട്ട് കിട്ടും. ഇല്ല, ഇവിടെ തട്ടി തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നമായിട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇവിടെ തട്ടി തിരിച്ചു വരുവാണെങ്കിൽ നിഫ്റ്റി താഴെ വരും, സംശയമൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റി ഇവിടെ തട്ടി തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ ഈ ഏരിയയിലൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ തട്ടി വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയും ഇതുപോലെ തന്നെ താഴെ വരും. ഓക്കെ, താഴെ വരും. കാരണം നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിച്ചു. ഇത് നമ്മളൊരു 3 മാസം മുന്നേ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിച്ചപ്പോഴും ഏകദേശം 7-8-10% നിഫ്റ്റി താഴെയായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം അടിച്ചപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു? ബാങ്ക് നിഫ്റ്റി ആ ഏരിയയിൽ തന്നെ കൺസോളിഡേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? നിഫ്റ്റി ഇവിടെ എത്താൻ വേണ്ടി. മനസ്സിലായി? നിഫ്റ്റി ഇവിടെ എത്താൻ വേണ്ടി ഞാനൊരു കോമൺ തിങ് ആണ് പറയുന്നത്. നിഫ്റ്റി ഇവിടെ എത്താൻ വേണ്ടി, ഈ ഓൾ ടൈം ഹൈ എത്താൻ വേണ്ടി ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്തു? ഈ ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്തു. അതിനുശേഷം IT, റിലയൻസ് എല്ലാവരോട് ചേർത്തിട്ട് എന്ത് ചെയ്തു? നമ്മുടെ നിഫ്റ്റിയെ ഈ ഓൾ ടൈം ഹൈ തന്നെ എത്തിച്ചു. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഓൾ ടൈം ഹൈ എത്തി. ഇപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഒരു ചിന്ത പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടെണ്ണന്മാരും കൂടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ ബാങ്ക് നിഫ്റ്റി ഈ ഏരിയയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണന്മാരും കൂടെ ഒന്നിച്ച് താഴോട്ട് ഇറങ്ങി വരും. ഇത് നിഫ്റ്റി എന്ന് കൂട്ടിക്കോ. ഓക്കെ, ഈ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയും കൂടെ ഒന്നിച്ച് രണ്ടെണ്ണന്മാരുടെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഒരു കൺസോളിഡേഷനോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കും. രണ്ടുപേരും ഏകദേശം ഈ റേഞ്ചിലോ വല്ലതും വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം രണ്ടുപേരും കൂടെ ഒന്നിച്ച് തോളെ കൈയിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അത് പിന്നെ ബഡ്ജറ്റ് റാലി വരെ പോകാനുള്ള സാധ്യത ഞാൻ മുന്നിൽ കാണുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരോട് ഒന്നിച്ച് താഴോട്ട് ഇറങ്ങി വന്ന് അവസാനം ബൈ ആയി തോളെ കൈയിട്ട് രണ്ടുപേരോട് ഒന്നിച്ച് മേലോട്ട് കയറി പോകുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ ഉയരങ്ങൾ താണ്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട റാലി കിട്ടും. അതിനുശേഷം ബഡ്ജറ്റിനകത്തിലെ പ്രഖ്യാപനങ്ങൾക്കനുസരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോകണോ താഴോട്ട് പോകണം എന്നുള്ളത് ഫെബ്രുവരി ആദ്യത്തെ വീക്കിലായിരിക്കും നമുക്ക് കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം. അപ്പോൾ നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റി വരയ്ക്കണ്ടേ? അപ്പോൾ അടുത്ത നെക്സ്റ്റ് ലെഗ് അപ്പോൾ നമ്മൾ ഓൾറെഡി വരച്ചു. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡേ വൈസിൽ നമുക്കൊരു വരയ്ക്കാനുള്ളത് ഇവിടെ ഒരു വരയുണ്ട്. ഇവിടെ ഇതുമല്ല, ഈ ഒരു ലൈൻ. ഓക്കെ, ഈ ഒരു ലൈന് അവിടെ കടന്നോട്ട്. ഇങ്ങനെ കനമായല്ലേ? ഈ ഒരു ലൈനുണ്ട്. തൽക്കാലം ഈ ഒറ്റ ലൈൻ മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റിക്ക് സപ്പോർട്ടായിട്ട് ഡേ വൈസിലേക്ക് ഒരു ഒറ്റ ലൈൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. തിരിച്ചിവിടെ ഇറങ്ങി വരും 58,617. 1500 പോയിന്റ് താഴോട്ട് ഇറങ്ങി വന്നാൽ സപ്പോർട്ട് എടുക്കേണ്ടത് ഈ ഏരിയയിലാണ് സപ്പോർട്ട് എടുക്കേണ്ടത്. അല്ല മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ്
61,000 അല്ലെ 60,800 ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് ഇവിടുന്ന് ഇപ്പം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുള്ളത് ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ വളരെ നിർണായകമാണ് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇൻട്രാഡേയിലോട്ട് വരാം. ഇൻട്രാഡേയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിനി പറയാനുള്ള നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. വെരി ക്ലിയർ. ഇതാണ് ഒരു ഇൻട്രാഡേ സപ്പോർട്ട് എന്ന് പറയുന്നത്. മുകളിലോട്ട് നമുക്ക് ഇവിടെ ഉണ്ട്, ട്രെൻഡ് ലൈനോടെ കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ മുകളിലോട്ട് വരയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, മേലോട്ട് വരയ്ക്കേണ്ട കാര്യമില്ല. ഈ ട്രെൻഡ് ലൈനാണ് നമുക്ക് മേലോട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ താഴെ നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടിയാൽ 59,985 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. പിന്നെ നമുക്ക് വരയ്ക്കാനുള്ളത് അടുത്ത ഒരു വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 59,700. ഇതാണ് നമുക്ക് അടുത്ത വരയ്ക്കാനുള്ള ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 59,621. ഓക്കെ, പിന്നെ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാനുള്ളത് ഇതാണ്. ഇതാണ് നമുക്ക് വരയ്ക്കാം. തൽക്കാലം അവിടെ നിൽക്കട്ടെ. തൽക്കാലം 59,239 പിന്നെ ബാക്കി നമ്മുടെ ഈ ഡേ വൈസിലുള്ള ലൈനാണ് ഈ കാണുന്നത്. ഇത് ഡേ വൈസ് ലൈനായി കാണുന്നത് കേട്ടോ. പിന്നെ അടുത്ത കൺസോൾട്ടേഷൻ ഉള്ളത് ഇവിടെയാണ്. ഈ സപ്പോർട്ട് എടുക്കണമെങ്കിൽ ഇവിടെ, അതിപ്പോൾ വരയ്ക്കേണ്ട. തൽക്കാലം അവിടെ നിൽക്കട്ടെ. എന്ത് സംഭവിക്കും തിങ്കളാഴ്ചത്തെ നമുക്ക് ചുമ്മാ ബ്ലൈൻഡ് വരച്ച് കാര്യമില്ല. അപ്പോൾ തൽക്കാലം നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈ വരച്ച് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ലെഗ് വരയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ തൽക്കാലം വരയ്ക്കണ്ട, അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റി ഏതൊക്കെ തീരുമാനമായല്ലോ. അത് മാത്രമല്ല, ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ HDFC 1000 കടന്നു. നമുക്ക് പല പ്രാവശ്യം നമ്മൾ കണ്ടുണ്ട്. HDFC 1000 കടന്നതിന് ശേഷം 1000 എത്തുമ്പോൾ എപ്പോഴും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാറുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ചാർട്ട്. സമയമില്ലാത്തൊരു പൊയ്ക്കോ കേട്ടോ, നോ പ്രോബ്ലം. ഓക്കെ, ഉണ്ടോ പല പ്രാവശ്യം ഇവിടെ 1000 റേഞ്ച് ഈ ഏരിയ എത്തുമ്പം പ്രോഫിറ്റ് ബുക്കിംഗ് സാധാരണ രീതിയിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, 1008 മാക്സിമം. 1008 1016 ആ ഏരിയ ആണ് മാക്സിമം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇപ്പം നമ്മൾ നോക്കിയാൽ 1004 റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ബാങ്ക് നിഫ്റ്റി HDFC നിങ്ങൾ നോക്കുക എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. 1004 റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ചിറങ്ങി വരുമോ, ഇല്ല അത് ബ്രേക്ക് ചെയ്ത് പോകാൻ നോക്കുക. HDFC ജസ്റ്റ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക എന്താണ് സംഭവിക്കുന്നത്, ആ ഏരിയയിൽ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത് നോക്കിയതിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നവരും നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നവരും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, റിലയൻസ് നമ്മൾ നോക്കിയാൽ റിലയൻസ് നല്ലപോലെ മുകളിലോട്ട് കയറുന്നുണ്ട്. 1609 നമുക്കൊരു റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ അവിടെ എത്തി തിരിച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ടോ നോക്കുക. ഓക്കെ, ICC നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് ICC കയറി പോവാണ്. നമ്മുടെ സപ്പോർട്ടൊക്കെ തട്ടി നേരെ അടുത്ത റെസിസ്റ്റൻസ് നമുക്കുണ്ട് 1371. അപ്പോൾ അവിടെ എത്തുന്നുണ്ടോ നിങ്ങളതും ICC നോക്കുക. അത്രയും ഭാഗം നിങ്ങൾ ചിന്തിച്ചാൽ മതി. വേറെ കൂടുതൽ അതിനെപ്പറ്റി ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല. അടുത്ത് നമ്മുടെ മിഡ് ക്യാപ്പിലോട്ട് നമുക്ക് വരാം. മിഡ് ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഞാൻ വര കളയണോ എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കണം. കാരണം മിഡ് ക്യാപ്പിൻ്റെ ഓൾ ടൈം ഹൈ ഇനിയും ദൂരം അധികം താണ്ടാനുണ്ട്. മിഡ് ക്യാപ്പിൻ്റെ ഓൾ ടൈം ഹൈയിൽ ഇനിയും കിടക്കൊണ്ട് 14,000 പക്ഷെ ഭയങ്കര കണ്ടമാന ലൈനല്ലേ, കളഞ്ഞേക്കാം പോട്ടെ. കണ്ടമാന ലൈനാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം ഒരു ഓൾ ടൈം ഹൈ വരയ്ക്കാം. ഓക്കെ, 14,118. എനിക്ക് കറക്റ്റ് അറിയത്തില്ല എത്ര കറക്റ്റ് ഓൾ ടൈം ഹൈ എന്ന്, എങ്കിലും നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ 14,118. ഡേ വൈസിൽ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് വരയ്ക്കാനുള്ളത് ഇതാണ് നമുക്കൊരു സപ്പോർട്ട് വരയ്ക്കാനുള്ളത്. 13,600 ആക്കിക്കോ. അത് 13,600 ആക്കാം നമുക്ക്. ഓക്കെ, 13,600 ഒരു ഡേ വൈസിൽ സപ്പോർട്ടാണ്. 13,600 ഡേ വൈസിൽ സപ്പോർട്ട് 14,118 ആണെന്ന് തോന്നുന്നു. ഓൾ ടൈം ഹൈ ആ ഏരിയയിലുണ്ട്. അപ്പോൾ ഇത് രണ്ടാണ് ഡേ വൈസിലുള്ള നമുക്കുള്ള ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇൻട്രാഡേയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് 13,940 നമ്മൾ കാണുന്നത്. 13,944 ഈ റേഞ്ച്. ഓക്കെ, ഇതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് നമുക്ക്
കാണാൻ പറ്റുന്നത് ഈ ഓൾ ടൈം ഹൈ ഇവിടെ വേണേൽ ഇവിടെ ഇതൊന്ന് വരച്ചിട്ടേക്കാം. ഇപ്പോൾ ഇന്ന് സംഭവിച്ച ഈ വരയുടെ ഒന്ന് വരച്ചിട്ടേക്കാം. ഇവിടെ കടന്നോട്ടെ. ഓക്കെ. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് മിഡ് ക്യാപ്പിനകത്തിൽ ഓൾറെഡി 13,600 വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പം 944 600 ഏകദേശം 300 പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു വര വേണം. അപ്പോൾ അതിന് മുന്നേ ഒരു വര വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും അഭികാമ്യം എന്നൊന്ന് നോക്കിക്കോട്ടെ. $13,760. ഇതൊന്ന് ഒരു ലൈനോട് വരയ്ക്കണം. കാരണം മിഡ് ക്യാപ്പ് ആയതുകൊണ്ടാണ്. ചെറിയ മൂവ്മെൻറ്റിന് പോലും വലിയ വില കൊടുക്കേണ്ടി വരും. 771, 840, 770 പോയിന്റിന് അകലെയാണ്. ഇപ്പോൾ ഇത് കാണുമ്പോൾ പറയുകൊണ്ട് അങ്ങനെ അറഞ്ചം പുറഞ്ഞും വരച്ചെന്നൊന്നും പറയല്ലേ. $771, 600, 171 പോയിന്റിൻ്റെ ഗ്യാപ്പുണ്ട്. അത് പറ്റത്തില്ല മിഡ് ക്യാപ്പിന്. മിഡ് ക്യാപ്പിന് നമ്മൾ വരച്ചേ ഒക്കത്തുള്ളൂ. ഇതാണ്. ഓക്കെ, കലാസ്, അത് മതി. ഇത് 600, ഇത് നമ്മുടെ ഡേ വൈസിലെ ലൈനാണ്. അതുകൊണ്ടാണ് ചെറിയൊരു ഇത് കിടക്കുന്നത്. നമ്മൾ ഡേ വൈസിൽ വരയ്ക്കുമ്പോൾ വേണമെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഇങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മിഡ് ക്യാപ്പിൻ്റെ ലൈന്. മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം 14,118 ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനുശേഷം അത് ക്രോസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്ത് പോയാൽ നമുക്ക് ഒരു മിനിറ്റ് 14,118 ക്രോസ് ചെയ്ത് പോയാൽ എന്ത് സംഭവിക്കും? നമുക്കൊരു വര വരയ്ക്കണം. വര വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 678, 300 പോയിന്റ് ഇവിടുന്ന് ഇതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വരയ്ക്കാൻ തോന്നുന്നത് ഈ ഏരിയയിൽ നിന്നാണ്. ഈ ഏരിയയിൽ നിന്ന് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ഇത്രയും ഓക്കെ മതിയല്ലോ. 14,222. ഓക്കെ, അതിനുശേഷം പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത വര വരയ്ക്കാം. തൽക്കാലം അത്രയും മതി. അപ്പം ഇത്രയും വരകളാണ് നമുക്ക് മിഡ് ക്യാപ്പിനകത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇതിന് അവസാനം എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ആദ്യം പറയേണ്ട കാര്യമാണ്, അത് വിട്ടുപോയി. ഒന്നുകൂടെ ഞാൻ പറയാം. അടുത്തത് നമുക്ക് സെൻസെക്സ് ഇല്ലേ. സെൻസെക്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിട്ട് കളയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി നോക്കി ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കാണ്. കൃത്യമായിട്ട് നമ്മൾ ക്ലോസ് ചെയ്തേക്കുന്നത് നമ്മളുടെ 85,810 എന്ന് പറഞ്ഞൊരു ലൈനിലാണ്. ഇതിപ്പം സെൻസെക്സ് ഇതുവരെയായിട്ടും ഓൾ ടൈം ഹൈ അടിച്ചിട്ടില്ല. അപ്പം സെൻസെക്സ് ഓൾ ടൈം ഹൈ അടിക്കാത്തത് കൊണ്ട് നമുക്ക് 86,535 ഈ ലൈനുകളൊക്കെ സെൻസെക്സിനകത്തിൽ ഇനിയിപ്പം ഡേ നോക്കിയോട്ടെ. സെൻസെക്സിൽ ഓൾ ടൈം ഹൈ അടിച്ചിട്ട് കളയാം. ഇനി അതായിട്ട് ഇനിയും കുറയ്ക്കണ്ട. സെൻസെക്സിൽ നമുക്ക് ഡേ വൈസിൽ നോക്കാം എന്താ സംഭവിക്കുന്നത്. സെൻസെക്സിൽ ഡേ വൈസിൽ വരച്ചു കഴിഞ്ഞാൽ ഉണ്ടോ, കേട്ടോ. തൽക്കാലത്രയും മതി, അവിടെ നിൽക്കട്ടെ. സെൻസെക്സിന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ദൂരം സഞ്ചരിക്കാൻ ഏകദേശം ധാരാളം ദൂരമുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ ഏകദേശം ഇനി ഒരു 1000 പോയിന്റിൻ്റെ റാലി നടത്തിയെങ്കിലേ സെൻസെക്സ് ഏകദേശം 1000 പോയിന്റ് റാലി നടത്തിയെങ്കിൽ സെൻസെക്സ് ഇനി ഓൾ ടൈം ഹൈ അടിക്കത്തുള്ളൂ. ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈനിൽ എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്തിലെ ഒരു പ്രീവിയസ് ഓൾ ടൈം ഹൈ നമ്മൾ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഓൾ ടൈം ഹൈ 86,146 ആ റേഞ്ചിലാണെന്ന് തോന്നുന്നു. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടോ ഒന്നുകൂടെ? ഇല്ല. ഓക്കെ, 86,146
ഓക്കെ, അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സ് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ നമുക്ക് ഡേ വൈസിൽ നമുക്ക് നോക്കാനുള്ളത് താഴോട്ടുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഞ്ചാണ്, ഇത് 84,107. ഇതാണ് ഡേ വൈസിൽ തൽക്കാലം ഇത് പറയാൻ മാത്രം, ഇത് മാത്രമേ ഉള്ളൂ. ഇൻട്രാഡേയിൽ നമുക്കിനി അങ്ങോട്ട് കടന്നു വരാം. ഇൻട്രാഡേയിലോട്ട് വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റോട്ട് മാറ്റാം. ഇതാണ് നമുക്ക് ഇൻട്രാഡേ വൈസിൽ ഒരു സപ്പോർട്ടെന്ന് പറയാൻ. ഇതാണ് ഇൻട്രാഡേ വൈസിൽ സപ്പോർട്ടെന്ന് പറയാൻ. ഓക്കെ, അടുത്ത് നമുക്ക് വരയ്ക്കാനുള്ളത് ഇതാണ്. അടുത്ത് വരയ്ക്കാനുള്ളത്, നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ എന്തായി കാണിക്കുന്നതെന്നല്ലേ, പക്ഷേ ഈ വരയ്ക്കുന്നതിന് ഓരോന്നിനും എൻ്റെ കണ്ണ് പലയിടത്തും ഉടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പോകും. തൽക്കാലം ഇത്രയും മതി. ഓക്കെ, അപ്പം ഇനിയും പോവുകയാണെന്നുണ്ടെങ്കിൽ മുകളോട്ട് ഈ ഓൾ ടൈം ഹൈ ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഓൾ ടൈം ഹൈ. പശ്ചാത്തലത്തിൽ ഇതാണ് ഓൾ ടൈം ഹൈ. അതിനുശേഷം മുകളോട്ട് പോയാൽ ഈ ട്രെൻഡ് ലൈൻ, അതിനുശേഷം നമുക്ക് ഇതിന് ഇത് മേലോട്ടൊരു ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോ മുതൽ ഈ ഹൈ വരെ ഇവിടം വരെ പോകാനുള്ള ഏരിയ ഉണ്ട്. ഓക്കെ, റദ്ദാക്കി. അപ്പോൾ നെക്സ്റ്റ് 87,000-ത്തിനടുത്താണ് നെക്സ്റ്റ് നമുക്കൊരു അപ്സൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് 85,810 1,500 പോയിൻറ്റിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്. ഓക്കെ, തൽക്കാലം അത്രയും മതി. അപ്പോൾ നിങ്ങളിത് നോക്കുക. സമയം ഇപ്പോൾ തന്നെ ഒത്തിരി 35 മിനിറ്റോളമായി. ഓക്കെ, അപ്പം ഇത്രയും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം അടുത്ത 2 ദിവസം വളരെ നിർണായകമാണ്. ഗ്ലോബൽ ന്യൂസുകൾ നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കും. അപ്പോൾ അതുകൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് മാത്രം നിങ്ങൾ ട്രേഡിനെ പറ്റി ചിന്തിക്കുക. അതനുസരിച്ച് ട്രേഡ് ചെയ്യുക. എന്തായാലും നമുക്കൊരു അപ്ഡേറ്റ് വരും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ അതുപോലെ തന്നെ വേറെ എന്താ, ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെപ്പറ്റി സംസാരിക്കാൻ. അപ്പം എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരു വിഭവസമൃദ്ധമായ ഒരു വർഷം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.